ഫൈനലി നമ്മുടെ SSC GD കോൺസ്റ്റബിളിന്റെ അപേക്ഷ ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. അതായത് അതിന്റെ നോട്ടിഫിക്കേഷൻ നിലവിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ പരമാവധി തെറ്റ് ഒഴിവാക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, മുൻപ് ജോലി കിട്ടിയിട്ടുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഒരുപാട് സഹായിക്കുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ റിലീസ് ആവുന്ന സമയത്തുള്ള വീഡിയോ അപേക്ഷ റിജക്റ്റ് ആവാതിരിക്കാൻ സഹായിക്കുന്നുണ്ട് എന്ന് മുൻപുള്ള ജോലി കിട്ടിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധാപൂർവം കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അപേക്ഷിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. അതുപോലെ നിരവധി പേർ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിന് എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ സാധിക്കുക, മലയാളത്തിൽ നമുക്ക് മെറ്റീരിയൽസ് ലഭിക്കുമോ തുടങ്ങിയ നിരവധി സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം കേരളത്തിലെ കട്ട് ഓഫ് ആയാലും അതുപോലെ കോമ്പറ്റീഷൻ ലെവലായാലും ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് കൂടി വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല നമുക്ക് കേരളത്തിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു വേക്കൻസി ഉണ്ട്. ഓൾ ഇന്ത്യ ലെവലിലല്ല നമ്മൾ മത്സരിക്കുന്നത്, കേരളത്തിലുള്ള കുട്ടികളുമായിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ തന്നെ ബെസ്റ്റ് ക്ലാസ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ സൈലത്തിൽ റൺ ചെയ്യുന്ന നമ്മുടെ വിഷ്ണു സാറിന്റെ അണ്ടറിൽ റൺ ചെയ്യുന്ന നമ്മുടെ ശൗര്യ ബാച്ച് വളരെ നല്ലൊരു ബാച്ചാണ്. കാരണം അവിടെയുള്ള കുട്ടികളെ വിളിച്ച് ഞാൻ ഒപ്പീനിയൻ എടുത്തതാണ്. അവിടെ RPF പഠിക്കുന്ന കുട്ടികളെ പേഴ്സണലായിട്ട് എനിക്കറിയാം. അവരൊക്കെ പറഞ്ഞു വളരെ നല്ല ക്ലാസ് ആണ്. അത് മാത്രമല്ല വിഷ്ണു സാറിന്റെ കീഴിലുള്ള മെന്റേഴ്സ് എല്ലാവരും തന്നെ നല്ല രീതിയിൽ മനസ്സിലാവുന്നത് പോലെയാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. പിന്നെ മലയാളത്തിൽ ഉൾപ്പെടെ നമുക്ക് നോട്ട്സും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട്. മലയാളത്തിലാണ് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അത് കൂടാതെ വിഷ്ണു സാറിനെ പറ്റി നമുക്ക് അറിയാവുന്നതാണ്. വിഷ്ണു സാറിന്റെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ മുൻപേ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. SSC RRBയിൽ വളരെ ആഴത്തിലുള്ള ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ വിഷ്ണു സാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും തന്നെ ജോയിൻ ചെയ്യുക. ഞാൻ കണ്ടതിൽ വെച്ച് വളരെ നല്ലൊരു ക്ലാസ് തന്നെയാണ് ഇവിടെ നൽകപ്പെടുന്നത്. പിന്നെ വിഷ്ണു സാറിന്റെ GKന്റെ ട്രിക്സ് ഒക്കെ ഇന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, വളരെ ഉപകാരപ്പെട്ടു, വന്നിട്ടില്ലെങ്കിൽ നഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ലാസ് ആണ്, അത് നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. 1-2 മാർക്കിന്റെ പേരിൽ നമുക്ക് അവസരം നഷ്ടപ്പെടുത്താൻ ഇതിന് പറ്റില്ല. ഇതിന് നമുക്ക് റിസ്ക് എടുക്കാനോ അതിനൊന്നിനും നമുക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയിലുള്ള ഒരു പോസ്റ്റ് ആണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും നിങ്ങൾക്ക് ഇവിടെ നമ്പർ കാണാൻ സാധിക്കും. ഇതിൽ വിളിച്ച് നിങ്ങൾക്ക് ഇതിന്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSC GD കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. GD കോൺസ്റ്റബിൾ ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് CAPF, അതുപോലെ തന്നെ SSF റൈഫിൾമാൻ GD ഇൻ ആസാം റൈഫിൾസ് ആൻഡ് ഷിപ്പായി ഇൻ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എക്സാമിനേഷൻ 2025. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇനി മുന്നോട്ടേക്ക് വരുന്ന സമയങ്ങളിൽ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള നോട്ടീസും കാര്യങ്ങളും വരും. എക്സാം ക്യാൻസൽ ചെയ്തു, ഫിസിക്കൽ ക്യാൻസൽ ചെയ്തു, ഇങ്ങനെ പല അപ്ഡേറ്റും മുമ്പോട്ടേക്ക് വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെയൊക്കെ 2024 എന്നായിരിക്കും മെൻഷൻ ചെയ്യുക. കാരണം അവർ 2024 നോട്ടിഫിക്കേഷൻ ആണെന്ന് വിചാരിച്ചിട്ടാണ് സംഭവം റിലീസ് ചെയ്ത് വിടുക. പക്ഷേ ഇത് 2025 നോട്ടിഫിക്കേഷനാണ്. അങ്ങനെ നമുക്ക് തെറ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ കണ്ട് മനസ്സിലാക്കാം. ഇങ്ങനെ തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആൾക്കാർ 2024 വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ തെറ്റാണെന്ന് മനസ്സിലാക്കിയത്. കാരണം അവിടെ 2023 എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. എനിവേ നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻ തുടങ്ങുന്ന ഡേറ്റ് നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 5/9/2024 ഇന്ന് തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങിയ ഉടനെ തന്നെ നമ്മൾ ആദ്യം എന്താ ചെയ്തത്, വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഇത് അപ്ഡേറ്റ് ചെയ്തു. ഉടനെ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 4 വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ SSC GDക്ക് വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അവിടെ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. അപ്പോൾ 5ാമത്തെ ഗ്രൂപ്പ് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അത് ഫുള്ളാകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 14/10/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അന്ന് രാത്രി വരെ അപേക്ഷിക്കാൻ സാധിക്കും. പക്ഷേ അതുവരെ വെക്കരുത്, അതിന് മുൻപായിട്ട് അപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ചില ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷാ ഫീസ് അടക്കണം. അതാരൊക്കെയാണെന്ന് മുന്നോട്ടേക്ക് പറയാം. 15/10/2024 വരെ അപേക്ഷ കഴിഞ്ഞാലും ഫീസ് അടക്കാനായിട്ട് ഒരു ദിവസം എക്സ്ട്രാ നൽകുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. തെറ്റുകൾ പരമാവധി നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ അഥവാ അബദ്ധ വെച്ചാൽ വന്നു പോയാൽ 5/11/2024 മുതൽ 7/11/2024 വരെ നിങ്ങൾക്ക് അത് തിരുത്താനുള്ള സമയം SSC തരുന്നതായിരിക്കും. ഒരു വിൻഡോ ഓപ്പൺ ആക്കി തരും. അപ്പോൾ അതിൽ കയറി നിങ്ങളുടെ അപേക്ഷയിൽ തെറ്റ് വരുത്താം. പക്ഷെ അവിടെ നിങ്ങൾ ഫീസ് അടക്കണമെന്ന് ശ്രദ്ധിക്കുക. ഫീമെയിൽ ആയാലും ST ആയാലും ആരായാലും അപേക്ഷ തിരുത്തുന്ന സമയത്ത് ഫീസ് അടക്കണം. അതുകൊണ്ട്
നിങ്ങൾ അപേക്ഷ സൂക്ഷിച്ച് സമർപ്പിക്കാനായിട്ട് ശ്രമിക്കുക. പരീക്ഷ നടക്കുന്ന ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ജാനുവരി, ഫെബ്രുവരി ഈ ഒരു മാസങ്ങളിലായിരിക്കും പരീക്ഷ. 2025 തുടക്കത്തിൽ തന്നെ പരീക്ഷ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് ഡേറ്റ് ആണ്, അതായത് ഏകദേശ സമയമാണ്. ഇതിൽ നിന്ന് മാറ്റങ്ങൾ വരാം, പക്ഷേ SSC മാറ്റാനുള്ള സാധ്യതയില്ല. ഈ ടൈം പീരീഡിൽ തന്നെ നമുക്ക് പരീക്ഷ നടക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കടക്കാം. ഇതിൻ്റെ ആദ്യ ഘട്ടത്തിൽ നടക്കുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ്. നമുക്കറിയാവുന്നത് പോലെ തന്നെ 13ഓളം റീജിയണൽ ലാംഗ്വേജിലാണ് ഇത് പരീക്ഷ നടത്തുന്നത്. നമ്മുടെ ഇംഗ്ലീഷ് ഉൾപ്പെടെ 13ഓളം റീജിയണൽ ലാംഗ്വേജിൽ നടത്തുന്നുണ്ട്. അതിൽ മലയാളത്തിൽ നമുക്ക് പരീക്ഷ എഴുതാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ ലഭിക്കുന്നുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പരീക്ഷ പാസ്സാവുന്ന കുട്ടികൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും, PST ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വെക്കുന്നതായിരിക്കും എന്ന് ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് ഡീറ്റെയിൽ മെഡിക്കൽ എക്സാമിനേഷനും പിന്നെ റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷനും പിന്നെയാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നത് എന്നും കൂടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ നമുക്കിതിൻ്റെ വേക്കൻസി ബാക്കിയുള്ള കാര്യങ്ങൾ അതൊക്കെ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ പേ ലെവൽ കാണാൻ സാധിക്കും. ആദ്യം തന്നെ 18,000 മുതൽ 56,900 വരെ ലഭിക്കുന്ന ലെവൽ 1 പേ സ്കെയിലാണ് NCBക്ക് കിട്ടുന്നത്. അതായത് നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ്. അതിന് ലഭിക്കുന്ന ശമ്പളമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കേന്ദ്ര സർക്കാർ ജോലിയാണ്. ഇവിടെ പറയുന്നതായിരിക്കില്ല നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന ശമ്പളം എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ബാക്കിയുള്ള നമ്മുടെ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സിലെ BSF, CRPF, CISF അതിനൊക്കെ ലഭിക്കുന്നത് ലെവൽ 3 പേ സ്കെയിലാണ്. അതായത് 21,700 മുതൽ 69,100 വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും. തുടക്ക ശമ്പളം 21,700 ആണെങ്കിലും നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കുന്നത് ഒരു 35,000, 40,000 അടുത്തൊക്കെ വിവിധ പോസ്റ്റുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശമ്പളം അങ്ങനെ ലഭിക്കും. ഒരുപാട് അലവൻസ് ഉണ്ടാവും. അതൊക്കെ കൂടി നിങ്ങൾക്ക് ആ ഒരു ലെവലിൽ ശമ്പളം ലഭിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ കാണുന്ന ഈ ഒരു ശമ്പളത്തിന് പുറമെ അലവൻസ് ലഭിക്കും. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ വേക്കൻസിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ BSFലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു വലിയൊരു വേക്കൻസി തന്നെ ആൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 13,306 ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വനിതകൾക്ക് ഏകദേശം 2,348 ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. CISFലേക്ക് വരികയാണെങ്കിൽ 6,430 ഒഴിവുകൾ പുരുഷന്മാർക്കും 715 ഒഴിവുകൾ വനിതകൾക്കും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ CRPFലേക്ക് വരികയാണെങ്കിൽ 11,299 ഒഴിവുകൾ ഇവിടെ നമ്മുടെ ആൺകുട്ടികൾക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെൺകുട്ടികൾക്ക് 242 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി SSB ശാസ്ത്ര സീമാബാലിലേക്ക് വരികയാണെങ്കിൽ 819 ഒഴിവുകളാണ് പുരുഷന്മാർക്ക് റിപ്പോർട്ട് ചെയ്തത്. വനിതകൾക്ക് അവിടെ ഒഴിവുകൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ITBPയിലേക്ക് വരികയാണെങ്കിൽ 2,564 ഒഴിവുകൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വനിതകൾക്ക് 453 ഒഴിവുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി AR അതായത് ആസാം റൈഫിൾസിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1,148 ഒഴിവുണ്ട്. അത് വനിതകൾക്ക് നോക്കുകയാണെങ്കിൽ 100 ഒഴിവുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ SSFയിലേക്ക് നോക്കുകയാണെങ്കിൽ 35 ഒഴിവുണ്ട്, വനിതകൾക്ക് ഒഴിവുകളില്ല. NCBയിലേക്ക് നോക്കുകയാണെങ്കിൽ 11 ഒഴിവുണ്ട്, വനിതകൾക്കും 11 ഒഴിവുണ്ട്. ആകെ മൊത്തം വന്നിട്ടുള്ള ഒഴിവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും 39,489 ഒഴിവുകളാണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത്. അതിൽ പുരുഷന്മാർക്ക് വന്നിട്ടുള്ളത് 35,000 കൂടുതൽ ഒഴിവുകളാണ്. അതായത് 35,612 ഒഴിവുകൾ പുരുഷന്മാർക്കും വനിതകൾക്ക് വന്നിട്ടുള്ളത് 3,869 ഒഴിവുകളുമാണെന്ന് ശ്രദ്ധിക്കുക. ഒഴിവ് നല്ല ഒഴിവുണ്ട്, നല്ല വേക്കൻസി ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേക്കൻസി ടെൻറ്റേറ്റീവ് ആണ്. വേക്കൻസി ആർ ടെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് താൽക്കാലിക വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വേക്കൻസി നമ്മൾ കണ്ടതാണ് പല തവണകളിലും. 2 വർഷമായിട്ട് നമ്മൾ SSCൻ്റെ ട്രെൻഡ് കണ്ടതാണ്. വേക്കൻസി സഡൻ ആയിട്ടാണ് അപ്പ് ചെയ്യുന്നത്. പെട്ടെന്ന് വേക്കൻസി കൂട്ടുന്നൊരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ നല്ല വേക്കൻസി ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 39,000 എന്ന് പറയുന്നത് 40,000 അടുത്ത് വേക്കൻസി എന്ന് പറയുന്നത് ചില്ലറ വേക്കൻസി അല്ല, നല്ല വേക്കൻസി ഉണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ നിങ്ങൾ പരിശ്രമിക്കേണ്ടതായിട്ടുമുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യത്തിലേക്ക് കിടക്കാം. പ്രായപരിധി പറയുന്നത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്കാണ്. പ്രായം കണക്കാക്കുന്ന തീയതി 1/1/2025 എന്ന തീയതി അടിസ്ഥാനപ്പെടുത്തിയുമാണ്. ഇനി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ ആണ്. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. 2/1/2002 1/1/2007 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ച കുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അതായത് ജനറൽ കാറ്റഗറിൻ്റെ ആണ്. SC/ST അപേക്ഷിക്കുന്ന സമയത്ത് ഈ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് 5 വർഷം റിലാക്സേഷൻ നൽകപ്പെടുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. OBC ആവുന്ന സമയം ഇവിടെ 3 വർഷത്തെ റിലാക്സേഷൻ നൽകപ്പെടുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് 18 to 23
എന്നുള്ളത് 18 to 26 ആവും OBC അപേക്ഷിക്കുമ്പോൾ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. SC/ST ആകുമ്പോൾ 5 വർഷത്തെ റിലാക്സേഷൻ, OBC ആകുമ്പോൾ 3 വർഷത്തെ റിലാക്സേഷൻ. ജനറൽ കാറ്റഗറിക്ക് 18 to 23 വയസ്സ് വരെ, അതായത് ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനിലേക്ക് കിടക്കാം. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത നോക്കുകയാണെങ്കിൽ 1/1/2025 മുൻപാകം നിങ്ങൾക്ക് ഈ യോഗ്യത ഉണ്ടാവണം. അതായത് 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒരു 10ാം ക്ലാസ് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. മറ്റൊരു യോഗ്യതയും വേണ്ട. ഇതിൽ പറയുന്ന ഏജ് ക്രൈറ്റീരിയയും അതുപോലെ തന്നെ 10ാം ക്ലാസ്സും പറയാൻ പോകുന്ന ഹൈറ്റും ബാക്കിയുള്ള ഫിസിക്കലൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് നൽകുന്ന ബെനിഫിറ്റ് ഇവിടെ കാണാൻ സാധിക്കും. C സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിനായിട്ട് 5% ആണ് പറഞ്ഞിട്ടുള്ളത്. 5% ഓഫ് ദി മാക്സിമം മാർക്ക് ഓഫ് ദി എക്സാം ആണ് പറഞ്ഞിട്ടുള്ളത്. NCC B സർട്ടിഫിക്കറ്റിന് 3%, NCC A സർട്ടിഫിക്കറ്റിന് 2% നൽകപ്പെടുന്നതായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇത് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്കിത് നൽകപ്പെടുന്നതല്ല. അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ തന്നെ കൊടുത്ത് കാണാൻ സാധിക്കും. ഡോക്യുമെന്റ് വെരിഫിക്കേഷന് ഇത് വെരിഫൈ ചെയ്തിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് തരത്തുള്ളൂ. അതായത് ഫൈനൽ ലിസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കയറുക എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിന് അപ്ലൈ ചെയ്യേണ്ട മെത്തേഡിലേക്ക് കിടക്കുകയാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇതിൻ്റെ അപേക്ഷ തുടങ്ങുന്നതിന് രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. ഇന്ന് രാവിലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു വീഡിയോ കൊടുത്തിട്ട് ഇത് കണ്ട് നിങ്ങൾക്ക് മൊബൈൽ ഫോണിലൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാം. ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹൗ ടു അപ്ലൈ എന്ന് നോക്കുകയാണെങ്കിൽ, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കുകയാണെങ്കിൽ ആദ്യം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യണം. അതിനുശേഷം SSCൻ്റെ വെബ്സൈറ്റിൽ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം ആ യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കയറിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷയിൽ നിങ്ങൾക്ക് ധാരാളം സംശയം ഉണ്ടാകുമെന്നറിയാം. അപേക്ഷിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് കിടക്കാം. അതായത് ഇതിന് അപേക്ഷാ ഫീസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. അപേക്ഷാ ഫീസ് 100 രൂപയാണ്. അത് വുമൺ കാൻഡിഡേറ്റ്സ് അടക്കേണ്ട. അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, പിന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പിന്നെ എക്സ് സർവീസ്മാൻ ഇവരൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട. വുമൺ, SC, ST, എക്സ് സർവീസ്മാൻ ഇവരൊന്നും അപേക്ഷാ ഫീസ് അടക്കേണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ജനറൽ EWS OBC വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്ക് മാത്രമാണ് അപേക്ഷാ ഫീസ് വരുന്നത്. ഓൺലൈനായിട്ട് UPI വഴിയൊക്കെ നിങ്ങളുടെ ഗൂഗിൾ പേ വഴിയൊക്കെ നിങ്ങൾക്ക് ഫീസ് അടക്കാനുള്ള സൗകര്യം SSC ഒരുക്കിയിട്ടുണ്ട്. 15/10/2024 വരെ, അതായത് അപേക്ഷ കഴിഞ്ഞിട്ട് ഒരു ദിവസം എക്സ്ട്രാ ആയിട്ട് ഫീസ് അടക്കാൻ തരുന്നുണ്ട്. OBC അതുപോലെ തന്നെ EWS പിന്നെ ജനറൽ വിഭാഗം ഫീസ് അടച്ചിട്ടില്ലെങ്കിൽ അവർക്ക് എക്സാം എഴുതാൻ സാധിക്കത്തില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ കറപ്ഷൻ ഡേറ്റ് ആണ്. അതായത് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ 5/11/2024 മുതൽ ഏകദേശം 7/11/2024 വരെ നിങ്ങൾക്ക് തെറ്റ് തിരുത്താനുള്ളൊരു സമയം SSC നൽകുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അതിന് ഫീസ് അടക്കേണ്ട വരുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഫീസ് ഉണ്ട്. അതിന് 200 രൂപയാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് കമ്മീഷൻ വിൽ ബി കറക്ഷൻ ചാർജായിട്ട് ചാർജ് ചെയ്യുന്നത് 200 രൂപയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 200 ഓൺലി എന്ന് പറയുന്നുണ്ട്. 200 രൂപയുണ്ട്. വീണ്ടും നിങ്ങൾ തെറ്റ് തിരുത്താൻ പോവുകയാണെങ്കിൽ, അതായത് ഒരിക്കൽ നിങ്ങൾ തെറ്റ് തിരുത്തി പിന്നെ അത് ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൽ ഫസ്റ്റ് ടൈം നിങ്ങൾ തിരുത്തി ആൻഡ് സെക്കൻഡ് ടൈം നിങ്ങൾ തിരുത്തുമ്പോൾ 500 രൂപ ഫോർ മേക്കിംഗ് കറപ്ഷൻ. രണ്ടാമത് നിങ്ങൾ കറപ്ഷൻ വരുത്തുകയാണെങ്കിൽ അതിന് വീണ്ടും 500 രൂപ ആഡ് ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ തന്നിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 5/11/2024 അന്ന് നിങ്ങൾ ഒരു തെറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ അതങ്ങ് തിരുത്തി അതിന് നിങ്ങൾ 200 രൂപ അടച്ചു. വീണ്ടും നിങ്ങളൊരു തെറ്റ് തിരുത്താൻ പോകുമ്പോൾ, അതായത് 6-ാം തീയതി ഒരു തെറ്റ് കണ്ടു, അത് തിരുത്താൻ പോകുമ്പോഴേക്ക് നിങ്ങൾ 500 രൂപ അതിന് അടക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ വന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം അത് ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേറെ ഒരു തെറ്റില്ലാന്ന് ഉറപ്പ് വരുത്തിയിട്ട് അത് കറക്റ്റ് ചെയ്യാനായിട്ട് പോകുക. അപ്പോൾ നിങ്ങൾ ഫീസ് കൂടുതലായിട്ട് അടക്കേണ്ടതായിട്ട് വരില്ല. ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പരമാവധി നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അതിലെന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ആവാനും കറപ്ഷൻ ചെയ്യാനുള്ള സാധ്യതയൊക്കെ വളരെ കുറയും, വളരെയധികം അത് കുറയുന്നതായിരിക്കും. ഇനി നമുക്ക് കേരള അതുപോലെ തന്നെ കർണാടക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കേരളത്തിലുള്ള എക്സാം സെൻറ്റേഴ്സാണ് ഈ ഒരു KKR റീജിയനിൽ കാണിച്ചിട്ടുള്ളത്. കേരള അതുപോലെ തന്നെ കർണാടക പിന്നെ ലക്ഷദ്വീപ് ഉള്ളവരൊക്കെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാമുള്ള
എക്സാം സെൻറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലക്ഷദ്വീപും കേരളത്തിനും അടുത്തുള്ള എക്സാം സെൻറ്റേഴ്സ് നമുക്ക് നോക്കാം. എറണാകുളം, കൊല്ലം, കോട്ടയം, അതുപോലെ കോഴിക്കോട്, തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ ജില്ലകളിൽ വെച്ചിട്ടാണ് നമുക്ക് പരീക്ഷ കേരളത്തിൽ നടക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിൽ നടക്കുന്ന പരീക്ഷാ സെൻറ്ററാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സെൻറ്ററിൽ വെച്ചിട്ടായിരിക്കും നമുക്ക് പരീക്ഷ നടക്കുന്നത്. ഇനി എക്സാമിൻ്റെ ഒരു ഓൾറൗണ്ട് പാറ്റേൺ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ എക്സാമിൻ്റെ ടോട്ടൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ടേബിളിൽ ഉള്ളതുപോലെ 80 ക്വസ്റ്റ്യൻ 2 മാർക്കിനായിരിക്കും. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വീതം 80 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി നോക്കുകയാണെങ്കിൽ പാർട്ട് എയിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് 20 ക്വസ്റ്റ്യൻ 40 മാർക്കിന്, ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് വെച്ച് ലഭിക്കുമ്പോൾ 40 മാർക്ക്. അതുപോലെ തന്നെ GK ജനറൽ നോളജ് 20 ക്വസ്റ്റ്യൻ 40 മാർക്കിന്. പിന്നെ നമ്മുടെ മാത്സ് 20 ക്വസ്റ്റ്യൻ 40 മാർക്കിന്. പിന്നെ നമ്മുടെ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി. നമ്മൾ മലയാളികൾ അധികവും ഇംഗ്ലീഷാണ് എടുക്കാറ്. ഹിന്ദി എടുക്കുന്നവരുണ്ടെങ്കിൽ ഹിന്ദി എടുക്കാം. ഈ ബാക്കിയുള്ള 3 സബ്ജക്റ്റുകൾ ABC ഇത് നമുക്ക് മലയാളത്തിൽ കാണാൻ സാധിക്കും. അതായത് മലയാളത്തിൽ ചോദ്യം നമുക്ക് കിട്ടും. ഈ ഒരു സെക്ഷൻ D സെക്ഷൻ നമുക്ക് ഇംഗ്ലീഷിൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. കാരണം അത് ലാംഗ്വേജ് ആണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ടോട്ടലായിട്ട് 60 മിനിറ്റാണ് ലഭിക്കുന്നത് എക്സാം എഴുതാൻ എന്നും കൂടി ശ്രദ്ധിക്കുക. നിങ്ങളൊരു ചോദ്യം തെറ്റിക്കുകയാണെങ്കിൽ, ഇത് നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ മുകളിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, അതായത് നമുക്ക് മലയാളത്തിൽ ഉൾപ്പെടെ പരീക്ഷ എഴുതാൻ സാധിക്കും. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങളൊരു ചോദ്യം തെറ്റിക്കുകയാണെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. അതായത് 0.25 മാർക്കാണ് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് പറയുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒരു ചോദ്യം തെറ്റിച്ച് കഴിഞ്ഞാൽ ഒന്ന് ശരിയാക്കിയാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. മറ്റൊന്നതിന് തെറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ള മാർക്കിൽ നിന്ന്, അതായത് നിങ്ങൾക്ക് 2 മാർക്ക് ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് 1.75 ആയിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക മാർക്ക്. കാരണം 0.25 മാർക്ക് നിങ്ങളൊന്ന് തെറ്റിച്ചത് കൊണ്ട് കുറഞ്ഞു പോകുമെന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത വന്നു എന്ന് കരുതുന്നു. പിന്നെ ജനറൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ ജനറൽ നോളജ്, പിന്നെ എലമെൻ്ററി മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്, ഇതിൻ്റെയൊക്കെ സിലബസ് എങ്ങനെയാണ് ഇത് വരുന്നത്, എവിടെ നിന്നൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള ഒരു ഇത് നിങ്ങൾക്കൊരു വ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. പേജ് നമ്പർ 50-ലായിട്ട് അത് നിങ്ങൾക്ക് നോക്കാം. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ വിഷ്ണു സാറിൻ്റെ ആ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ വിഷ്ണു സാർ നോക്കിക്കോളും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫിസിക്കലിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ കാര്യങ്ങളാണ് ഇനി പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം തന്നെ നിങ്ങൾ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ SSC GD കോൺസ്റ്റബിൾ ഒന്ന് കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ എക്സാം പാസ്സായാൽ നമുക്ക് ഫിസിക്കൽ വരും. ഫിസിക്കലിൽ പുരുഷന്മാർക്ക് 5 കിലോമീറ്റർ 24 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടണം. വനിതകൾക്ക് 1.6 കിലോമീറ്റർ 8.5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് നമ്മുടെ കേരളത്തിലുള്ളവർക്ക് വരുന്നത്. പിന്നെ ലഡാക്ക് റീജിയനാണ് താഴെ കൊടുത്തിട്ടുള്ളത്, അത് നമ്മൾ നോക്കണ്ട. നമുക്ക് കേരളത്തിലുള്ളവർക്ക് ഈ ഒരു മെത്തേഡിലാണ് വരുന്നത്. പിന്നെ ആൺകുട്ടികൾക്ക് 170 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 1 സെൻറ്റിമീറ്റർ പോലും കുറയാൻ പാടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. 1 സെൻറ്റിമീറ്റർ പോലും കുറയാൻ പാടില്ല. കൂടാം, പക്ഷെ കുറയാൻ പാടില്ല. ഫീമെയിൽസിനെ നോക്കുകയാണെങ്കിൽ 157 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെയും കൂടാം, കുറയാൻ പാടില്ല. ഇനി പ്രത്യേക വിഭാഗത്തിന് കുറച്ച് കുറവ് നൽകുന്നുണ്ട് ഉയരം. ഇവിടെ ST ഉദ്യോഗാർത്ഥികൾക്ക്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ 162.5 സെൻറ്റിമീറ്റർ ഉയരം മതി. ഇനി ഫീമെയിൽസ് ആണ് അപേക്ഷിക്കുന്നതെങ്കിൽ, STയിലുള്ള ഫീമെയിൽസ് ആകുമ്പോൾ 150 സെൻറ്റിമീറ്റർ ഉയരം മതി എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ കാര്യം നോക്കാം. ചെസ്റ്റ് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിനായിരിക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ആൺകുട്ടികൾക്ക് ചെസ്റ്റ് എക്സ്പാൻഷൻ വരുന്നുള്ളൂ. 80 സെൻറ്റിമീറ്റർ മിനിമം ചെസ്റ്റ് വേണം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 5 സെൻറ്റിമീറ്റർ കൂട്ടി എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം. ഇവിടെയും ആൺകുട്ടികൾ ST ആകുന്ന സമയത്ത് ഷെഡ്യൂൾഡ് ട്രൈബ്സിലാണെങ്കിൽ അവർക്കൊരു ഇളവ് നൽകുന്നുണ്ട്. 76 സെൻറ്റിമീറ്റർ മിനിമം ചെസ്റ്റ് വേണം. 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കണം എന്നാണ് STൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഇനി വെയിറ്റ് നോക്കുകയാണെങ്കിൽ പ്രപ്പോർഷനേറ്റ് ടു ഹൈറ്റ് ആൻഡ് ഏജ് ആസ് പെർ മെഡിക്കൽ സ്റ്റാൻഡാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളുടെ തൂക്കം, ഭാരം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രായത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ് ആൻഡ് ഏജ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിന് രണ്ടിനും ആനുപാതികമായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് മെഡിക്കലി നിങ്ങൾ ഫിറ്റ് ആയിരിക്കണം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ മെഡിക്കൽ ടെസ്റ്റും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനിൽ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങൾ എവിടെയാണ് താമസിക്കുന്ന NCC സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ കയ്യിലുള്ള എല്ലാവിധ പ്രൂഫും നിങ്ങൾ അവിടെ ഹാജരാക്കണം. അതാണ് കോമൺ ആയിട്ട് അവിടെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ വേണ്ടിക്കൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിൽ അതും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും ഇതിൻ്റെ ലെങ്ത് കൂടും. അതെന്തായാലും നമ്മൾ ഒരു GD നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമ്മൾ ഇതുപോലെ എല്ലാം കറക്റ്റ് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ പാനിക് ആവേണ്ട, നിങ്ങൾക്ക് വേണ്ട എല്ലാ അപ്ഡേറ്റും കൃത്യമായിട്ട് നമുക്ക് നമ്മൾ തരുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആധാർ കാർഡ്, അതുപോലെ തന്നെ വോട്ടർ ID, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ബാക്കി നമ്മുടെ ID പ്രൂഫായിട്ട് കൊണ്ടുപോയി നമ്മളെ
മനസ്സിലാക്കാനും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് മനസ്സിലാക്കാനൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള IDs ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ലത് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഏതൊരു ID ആണോ കൊടുക്കുന്നത് ആ ID തന്നെ കൊണ്ടുപോകുന്നതായിരിക്കും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇതൊക്കെ ഇവിടെയൊക്കെ പറയുന്നത് നമ്മൾ മുകളിൽ പറഞ്ഞത് തന്നെയാണ്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. NCC C സർട്ടിഫിക്കറ്റ് 5% മാർക്ക്, മൊത്തം മാർക്കിൻ്റെ എക്സാമിൻ്റെ 5% ലഭിക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കാൻ പറ്റും. നമുക്ക് ഏത് പോസ്റ്റാണോ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത്, വേക്കൻസി നോക്കിയിട്ടാവാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആവാം, അതെങ്ങനെയാണോ അത് നിങ്ങൾക്ക് കൊടുക്കാം. അവിടെ കോഡ് കാണും കൊടുക്കാനായിട്ട്. അത് നമ്മൾ അപേക്ഷൻ്റെ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ ചെയ്യാം. അപ്പം BSF ആണെങ്കിൽ അതിൻ്റെ കോഡ് A ആണ്. CISF ആണെങ്കിൽ അത് അവിടെ കാണാൻ സാധിക്കും, സൈറ്റ് കാണാൻ സാധിക്കും. CISF ആണെങ്കിൽ B ആണ്, CRPF ആണെങ്കിൽ C ആണ്, SSB ആണെങ്കിൽ D ആണ്, ITBP ആണെങ്കിൽ E ആണ്, ആസാം റൈഫിൾസ് ആണെങ്കിൽ F ആണ്, NCB ആണെങ്കിൽ G ആണ്, SSF ആണെങ്കിൽ H ആണ്. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ആസാം റൈഫിൾസ് ആണ് നോക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ള പോസ്റ്റിന് കൊടുക്കണം. അപ്പം BSFലും CRPFലാണ് കൂടുതൽ വേക്കൻസി ഉള്ളത്. ആദ്യം BSF വെച്ചു, പിന്നെ CRPF വെച്ചു, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം ആസാം റൈഫിൾസ് ആണെങ്കിൽ F എന്ന് പറയുന്ന ഓപ്ഷൻ വെക്കുക. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിഫറൻസ് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷ സമർപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം എന്നും കൂടി പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക. പിന്നെ ഇതിൽ പറയുന്ന കാര്യങ്ങൾ, പരീക്ഷയിൽ നമ്മൾ ഒരു ഉടായ്പും കാണിക്കരുത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞു പോകുന്നത്. ഞാൻ നോട്ടിഫിക്കേഷൻ മൊത്തത്തിലൊന്നിരുന്ന് വായിച്ചു എന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം പരീക്ഷയിൽ നമ്മൾ എന്തെങ്കിലും ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബാൻ ചെയ്യാനുള്ള സാധ്യത, അതൊക്കെയാണ് പറയുന്നത്. പിന്നെ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പറയുന്നത്. എങ്ങനെയാണ് സൈറ്റിൽ കയറി 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുക, അതാണ് ഇവിടെ കാണിക്കുന്നത്. സോ അതിന് നിങ്ങൾക്ക് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോ കണ്ടാൽ മതിയാവും, അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. ഇനി എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് നെക്സൽ ഏരിയ ഏതൊക്കെ സ്ഥലങ്ങളാണെന്ന്. നെക്സൽ ഏരിയ, മിലിറ്റന്റ് അഫക്റ്റഡ്, അതുപോലെ തന്നെ നെക്സൽ ഏരിയ ഏതൊക്കെയാണെന്ന്. അത് നമ്മൾ CISFൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കേരളത്തിൽ അത് മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെസ്, കേരളത്തിൽ അത് മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നെക്സൽ ഏരിയ ആയിട്ട് വയനാടും കണ്ണൂരുമാണുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പം GD കോൺസ്റ്റബിളിന് അപേക്ഷ സമർപ്പിച്ചവർക്ക് നെക്സൽ ഏരിയ മുന്നേ ഉള്ളതുപോലെ തന്നെയാണ്. പാലക്കാടും അതുപോലെ മലപ്പുറം ആ ഒരു ഏരിയയൊക്കെ ഉൾപ്പെടും. പക്ഷേ ഇതിൽ ഇനി വരുന്ന ഈ ഒരു പോസ്റ്റിങ്ങിൽ, അതായത് ഇനി വരുന്ന ഈ ഒരു GD കോൺസ്റ്റബിളിൻ്റെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് വയനാടും കണ്ണൂരും മാത്രമേ നമ്മുടെ കേരളത്തിൽ നെക്സൽ ഏരിയ ഉള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അവർക്കാണ് നെക്സൽ ഏരിയൻ്റെ ബെനിഫിറ്റ് നൽകപ്പെടുന്നത് എന്ന് പ്രത്യേകം ഒന്ന് ഓർത്തിരുന്നേക്കുക. പിന്നെ ഏറ്റവും അവസാനത്തെ PDF പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏതൊക്കെ സ്പോർട്സ് ഐറ്റമാണ് ഇവിടെ എടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതർ സ്പോർട്സ് എന്ന് പറഞ്ഞിട്ട് കുറേ അധികം സ്പോർട്സ് ഐറ്റംസ് പറയുന്നുണ്ട്. ഇതിനൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾ സ്പോർട്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അതൊന്ന് സൈറ്റിൽ ആഡ് ചെയ്യാൻ മറക്കേണ്ട. നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എക്സാമിന് ലഭിക്കുന്നതാണ്. ഇപ്പോൾ മൊത്തം കാര്യങ്ങളും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. മാത്രമല്ല നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നത്, സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്നത്, ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, ലൈവ് ഫോട്ടോ ആണ്, നിങ്ങൾക്ക് മൊബൈൽ ഫോണോ അല്ലെങ്കിൽ വെബ് ക്യാമിലൂടെയൊക്കെ ഫോട്ടോ ഡയറക്റ്റ്ലി എടുത്തിട്ട് നമ്മുടെ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതെങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ ഒരു PDF-ലും അത് പറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ പേജ് പോയിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുന്നതാണ്. ഏറ്റവും ലാസ്റ്റത്തെ പേജിൽ എങ്ങനെ അത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള കാര്യം ഇവിടെയായിട്ട് പറയുന്നത് കാണാൻ സാധിക്കും. ഇതാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലൊന്നും ഒരു ഒബ്ജക്റ്റ് വേക്കിൽ വെക്കരുത്. അതുപോലെ തന്നെ സ്പെക്സ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അതുപോലെ നിങ്ങൾ ക്യാപ്പ് ഇടാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ ഞാൻ ക്യാപ്പ് ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ വീഡിയോയിൽ. അങ്ങനെയൊന്നും ക്യാപ്പ് ഒന്നും ഇട്ടിട്ട് ഒരിക്കലും ഫോട്ടോ എടുക്കാതിരിക്കുക. അതൊക്കെ റിജക്റ്റ് ചെയ്യും. പിന്നെ എയർപോർട്സ് ഒക്കെ ചെവിയിൽ നിങ്ങൾ ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും ഘടിപ്പിച്ചിരിക്കാൻ പാടില്ല. അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. അതൊക്കെ റിജക്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂട്ടുമെന്ന് ഈ നോട്ടിഫിക്കേഷനിൽ ഒട്ടാകെ പറയുന്നുണ്ട്. പിന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ട രീതി ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മെത്തേഡിൽ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യണം. ഇങ്ങനെ ചരിച്ചോ ഈ ഒരു രീതിയിലോ ഇങ്ങനെയൊന്നും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാൻ പാടില്ല. 57 അതുപോലെ തന്നെ 58 PDF പേജുകളിലായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ, 59 PDF പേജുകളിലായിട്ട് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കുമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇത് നമ്മൾ വീഡിയോ അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഇടുകയാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിന് മുൻപ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. SSCൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിക്കുക. കാരണം ഫോട്ടോയിലൊക്കെ റിജക്ഷൻ വരുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ചില ഒബ്ജക്റ്റുകളൊന്നും അധികം ബാക്കിൽ മറ്റുള്ള ഒബ്ജക്റ്റ്, കർട്ടൻ അതുപോലുള്ള കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ പുറകിലായിട്ട് മറ്റെന്തെങ്കിലും ഇപ്പോൾ ഒബ്ജക്റ്റുകൾ, ഒരു സ്റ്റാൻഡ് ഉണ്ട്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ റിംഗ് ലൈറ്റ് പുറകിൽ വെച്ചിട്ടാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത്, അതൊക്കെ റിജക്റ്റ് ചെയ്യും. നിങ്ങളുടെ മുഖത്തേക്ക് ലൈറ്റ് കൂടുതൽ അടിച്ചിട്ട് കണ്ണൊക്കെ കറക്റ്റായിട്ട് നിങ്ങളുടെ ആ ഫോട്ടോയിൽ പതിയുന്നുണ്ട്, നിങ്ങളുടെ ഫേസ് മുഴുവനായിട്ട് പതിയുന്നുണ്ട്. ആ രീതിയിൽ എടുക്കണം. എന്തായാലും ബാക്കിയുള്ള എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഒരു GD കോൺസ്റ്റബിൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് അവിടെ ചോദിക്കാം. പിന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. അതിലൊക്കെ ജോയിൻ ചെയ്യുക. ബാക്കിയുള്ള അപ്ഡേറ്റ് ഇതുപോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും.